ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷീസ് ലൈഫ് അൺകട്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ കാഴ്ച ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു മാസമായി കാഴ്ച തുടങ്ങിയിട്ട്, പക്ഷേങ്കിൽ എൻഡ് ആവാൻ പോകുമ്പോഴാണ് നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ടായത്. ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് 5 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ടിക്കറ്റ് ഇല്ല, അതിന് മേലെയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണെന്ന് തോന്നുന്നു. കുട്ടിക്ക് എന്തെങ്കിലും കൺസെഷൻ ഫീ ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. കംപ്ലീറ്റ്ലി അവിടെ നല്ല രസമാണ്. കാരണം പൂക്കൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ആ പൂക്കളൊക്കെ ഒരു ഒറിജിനൽ പൂക്കളാണെന്ന് തോന്നും, പക്ഷേ ഒറിജിനൽ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും ഉണ്ട്, കംപ്ലീറ്റ് അവരിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ആ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ല ലീഫി തിങ്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേഷൻ പോയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കാർ പാർക്കിങ്ങിനും ബൈക്ക് പാർക്കിങ്ങിനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സൗകര്യങ്ങളും അവരൊരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ബൈക്കിനാണെങ്കിൽ 20 റുപ്പിയും കാറിനാണെങ്കിൽ 40 റുപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചയുടെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടാലോ. കാഴ്ച ഫെസ്റ്റിവൽ കാണാനായിട്ട് പോയതല്ല കേട്ടോ. റിജുവിൻ്റെ കണ്ണിന് ചെറിയ സ്ക്രാച്ചൊക്കെ ആയിട്ട് നമ്മളത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ കാഴ്ചയുടെ പ്രശ്നം കാണിക്കാൻ പോയപ്പോഴാണ് ഈ കാഴ്ച തീരാറായി എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പം മോളെയും കൂട്ടിയിട്ട് കുറേ ആയി ഇങ്ങനെ എവിടെയും പോവാത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പം ഇവിടെ എൻട്രൻസിൽ തന്നെ എത്തുമ്പോൾ നല്ലൊരു പൂവിൻ്റെ, അതായത് കംപ്ലീറ്റ് പൂക്കൾ കൊണ്ടൊരു മയിൽ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡായി, അവിടെ പോകണം, എന്താണ് അവിടെ എന്നുള്ളത് കാണണം എന്നൊക്കെ. ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ശരിക്കും റിയൽ ഫ്ലവേഴ്സ് ആണെന്നേ തോന്നുള്ളൂ കേട്ടോ. നമ്മുടെ ശരിക്കുള്ള പൂക്കളാണെന്നേ തോന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അത് പ്ലാസ്റ്റിക് ആണെന്നുള്ള കാര്യം. പക്ഷേങ്കിൽ അത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ് കേട്ടോ. മയിൽ മാത്രമല്ല, ഗിറ്റാറുണ്ട്, ഹാർട്ട് ഷേപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം കാണാൻ നല്ല കണ്ണിന് കുളിർമ തരുന്ന കുറേ കാഴ്ചകളുണ്ട്. കയറുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായി 100 രൂപയൊക്കെ കൊടുത്ത് കയറേണ്ട ആവശ്യമുണ്ടോയെന്ന്. പക്ഷെ 100 രൂപ വേർത്താണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറേ കാഴ്ചകൾ ഈ കാഴ്ചയിൽ കാണാനുണ്ട് കേട്ടോ. ഈ പൂക്കളുടെ അലങ്കാരമൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ നെക്സ്റ്റ് ഡോറ് കിട്ടുന്നത് ഇതുപോലെ മൃഗങ്ങളാണ് കേട്ടോ. ഒറിജിനലിൻ്റെ വെല്ലുന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റും. കാരണം ശരിക്കും ഇത് ഒറിജിനൽ ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നല്ല അടിപൊളി ക്രിയേറ്റിവിറ്റി ആയിരുന്നു ഇവിടെ. ആദ്യം തന്നെ നമ്മൾ കയറുമ്പോൾ കാണുന്നത് ഒട്ടകത്തിനെയാണ് കേട്ടോ. ഒട്ടകം ഇങ്ങനെ 2 സൈഡും തലയാട്ടി നിൽക്കുന്ന ഒട്ടകവും അതിനെ മേയ്ക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. അതും അവർ നല്ല മരുഭൂമി പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഒറിജിനാലിറ്റിയും അത്രയും ഫിനിഷിങ്ങിലും അവരതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഒട്ടകത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് ആനയുണ്ട് കേട്ടോ. നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമാണ് അല്ലേ, ആന പ്രേമികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആനയും ഉണ്ട്. ആനയുടെയും ചെവിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേങ്കിൽ ചെവിയൊക്കെ ഇങ്ങനെ ആടുന്നുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് പശുവുണ്ട്, മാനിൻ്റെ കൂട്ടങ്ങളുണ്ട്. നോക്കി മാനിനെ കണ്ടോ നിങ്ങൾ? 2 മാനം ഒന്നിച്ച് നോക്കുന്ന പോലെയാണെന്നുണ്ട്. ഇതൊക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് അവിടുന്ന് കാണാനും പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ. നോക്കി നിങ്ങൾ കടുവയൊക്കെ കാണുന്നില്ലേ? ശരിക്കും പകൽ സമയമാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് കുറച്ച് കുറഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. രാത്രിയാണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പകലായതുകൊണ്ട് ആ ഒരു പക്ഷെങ്കിലും ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു വലിയ പാണ്ടയുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക മൃഗങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പാണ്ടയുടെ ഒക്കെ സൈസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അത് എത്ര വലുതാണെന്നുള്ള കാര്യം. നല്ല വലിയ ഭീകരനായിട്ടുള്ള പാണ്ടയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല അത്ഭുതമായിരിക്കും. പിന്നെ കാഴ്ച ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടില്ല എന്നാണെങ്കിൽ നാളെ, ഇതിപ്പോൾ ഞാനിന്ന് സാറ്റർഡേ ആണ് പോസ്റ്റ് ചെയ്യുന്നത്, സൺഡേ വരെയേ ഉള്ളൂ കേട്ടോ. 28-ാം തീയതി വരെയേ ഉള്ളൂ. ഇനി അവരത് എക്സ്റ്റെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. 28 ഇപ്പം ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ജാനുവരി 28 എന്നാണ് കേട്ടോ. അപ്പം പറ്റുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടതിന് ഞങ്ങൾക്ക് കുട്ടികളെയും കൂട്ടി പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. വലിയ ഡിനോസറൊക്കെ ഉണ്ട്, കരടിയുണ്ട്, എല്ലാം നല്ല ഒറിജിനൽ ഫീൽ. നോക്കിയ ബുള്ള്, നമ്മളെ കാള ഒക്കെ ഇങ്ങനെ കഴുത്തൊക്കെ അനക്കിയിട്ടും നല്ല എന്താ പറയുക, നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാഴ്ചയിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ കങ്കാരുമാണ് കേട്ടോ. അമ്മ കങ്കാരും
കങ്കാരുയുടെ സഞ്ചിയിൽ കുഞ്ഞു കങ്കാരു ഉണ്ട്. നോക്കിക്കേ, ആ കുഞ്ഞു കങ്കാരു തല പുറത്തിടുകയും ചെയ്യും, ആ സഞ്ചിക്കുള്ളിലാക്കുകയും ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ അവർ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ കൂറ്റൻ ജിറാഫുണ്ട്. ചെങ്ങായി ഇതുപോലെ കഴുത്തൊക്കെ അനക്കി നല്ല അടിപൊളിയാണ്. പിന്നെ എന്തുകൊണ്ടും കുഞ്ഞു കുട്ടികളെയും കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേർത്താണ് കേട്ടോ. അവർക്ക് കുറച്ച് കാണാനും ഉണ്ടാവും. നല്ല നല്ല രസമാണ്, ഞാൻ പറയാണ്. പക്ഷേങ്കിൽ ഞാനിത് കാണാൻ വേണ്ടി വൈകിപ്പോയി. കുറച്ച് മുന്നേ കണ്ടതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പം എൻ്റെ പോയിന്റിലായിപ്പോയിട്ടോ കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് മുൻകൂട്ടി പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് പറയാണ്, ഇനി ഒറ്റൊരു ദിവസം കൂടിയുള്ളൂ. സൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്യും. ഇനി എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ അലിയൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ ആനിമേഷൻ മൂവിയുടെ കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ടോട്ടലി കാണാൻ വേണ്ടിയിട്ട്. ഈ കൗതുക കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ഇതുപോലെ ഫ്ലെക്സസ് ആണ് കേട്ടോ. ഒരുപാട് കണ്ണൂരിനെ തൊട്ടറിയുന്ന ഫ്ലെക്സസ്, അതായത് നമ്മുടെ പറശ്ശിനിക്കടവും നമ്മുടെ വളവട്ടണം പള്ളിയും നമ്മുടെ ഗുണ്ടട്ട് ചേർച്ച്, അതുപോലെ നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച്, മീൻകുന്ന് ബീച്ച്, തലശ്ശേരി കടൽ പാലം എന്നൊക്കെ പറഞ്ഞിട്ട് കൈത്തറി, അതായത് തെയ്യം, നമ്മുടെ അണ്ടലൂർക്കാവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഒത്തൻറ്റിക് വാട്ട് ഈസ് കണ്ണൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഫ്ലെക്സസ് അവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അതും നല്ല കാണാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് സഹായിക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂരുകാരാണ്, നമുക്ക് എല്ലാവർക്കും കണ്ണൂരിലെ പോപ്പുലറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടെ അതിനെ ഒന്ന് തൊട്ടറിയാൻ പറ്റുന്ന രീതിയിൽ അവരൊരു കുറച്ച് ഫ്ലെക്സസ് പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെക്സസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ഇതുപോലെ ഷോപ്പുകളിലേക്കാണ്. ഷോപ്പുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫർണിച്ചറിൻ്റെ ഉണ്ട്, ഫാൻസി ഐറ്റംസ്, പിന്നെ നമ്മുടെ ഫുഡ് കോർട്ട് പോലെ കുറേ ബജികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുല്ലുമിഠായി, അതായത് കോട്ടൺ ക്യാൻഡി, പോപ്കോൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് നമ്മുടെ അവർ ഈ നമ്മളെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മളെ ഫീറ്റൽ ബേബീസ്, 2 ആഴ്ച എത്തിയ കുഞ്ഞുങ്ങൾ, 8 മാസത്തെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആയിട്ട് കാണാൻ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങളിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഇത് ഫീറ്റൽ ബേബിയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞ് നമ്മുടെ വയറ്റിൽ 2.5 ആഴ്ച ഉണ്ടാകുമ്പോഴുള്ള കാഴ്ചയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഹൃദയങ്ങൾ, അതായത് നെഞ്ചിൻ്റെ ഭാഗം തമ്മിൽ ഒട്ടിപ്പിടിച്ച സയാമീസ് ഇരട്ടകൾ എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെയാണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വാവകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു 8-9 മാസം 9.5 മാസമൊക്കെ എത്തിയ കുട്ടികൾ ഇങ്ങനെ അവരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, അതിൻ്റെ ആ കുഞ്ഞു മുടിയും ഇങ്ങനെ കിളിർത്ത് വരുന്ന കുഞ്ഞു മുടിയും പിന്നെ അതിൻ്റെ ആ കിടത്തൊക്കെ കാണുമ്പോണ്ടല്ലോ ഞാനിങ്ങനെ എന്നോട് പറയുന്നത് കേട്ടോ, വാരിയെടുത്ത് ഉമ്മ വെക്കാൻ തോന്നിപ്പോണൂന്ന്. അപ്പം അത്രയും എന്താ പറയുക, അവർ 9.5 മാസം എത്തിയിട്ടും അമ്മമാർക്ക് കിട്ടാതെ പോയ കുഞ്ഞുങ്ങളെയാണ് അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്നും പറയാനില്ല അല്ലേ. ആർക്കും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ബേബീസിനെ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ 9 മാസമായ കുഞ്ഞുമക്കളാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ നമ്മുടെ കുറേ ആന്ധ്രാവിഭവങ്ങൾ, നമ്മളിതുവരെ കാണാതെ പോയ ഹൃദയം, കാണാതെ പോയെന്നല്ല, അങ്ങനെയല്ല, നമുക്ക് എന്നാലും അങ്ങനെ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ ഹൃദയം, ആമാശയം, പിത്താശയം, വൻകുടൽ, ചെറുകുടൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടായി. പിന്നെ ഇതുപോലൊരു സാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ പാടെ അകറ്റുക സയൻസിലൂടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. സാറിൻ്റെ മെയിൻ ലക്ഷ്യം തന്നെ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ അന്ധവിശ്വാസങ്ങളാണ് അല്ലേ, ഇതാണെന്ന് പറയുമ്പോഴേക്കും വിശ്വസിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പം അത് അങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും ബിഹൈൻഡായിട്ട് സയൻസാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തരുന്നു കേട്ടോ ചെയ്തത്. ഞാനിതൊക്കെ ഓഡിയോയിൽ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. കാരണം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയായിരുന്നു ഈ ഫുഡ് കോർട്ടൊക്കെ പോലത്തത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളുമാണ്.
കേൾക്കുമ്പോൾ ഇതാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നില്ല. നോർമലായിട്ട് വീഡിയോ ഇടുന്നതാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് നേരെ പിന്നെ നമ്മൾ ഫുഡ് കോർട്ട് ഏരിയ, ഫുഡിൻ്റെ ഏരിയയിലേക്കാണ്. കോളിഫ്ലവർ ബജി, മുളക് ബജി, പാനിപൂരി, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഒന്നിൽ കയറിയിട്ടുണ്ടായില്ല, നമുക്ക് പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആമിമോളെയാണെങ്കിലും ഒന്നിലും കയറ്റാനൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല. നമ്മൾ പെട്ടെന്ന് പോയി അവിടെ എല്ലാം കണ്ടു, കറങ്ങി വന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിങ് എറിയൽ, പിന്നെ നമ്മുടെ ബോൾ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ പ്രൈസ് കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള കളികളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ചേട്ടൻ അവിടെ നിന്ന് കോട്ടൺ ക്യാൻറ്റീൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാണ്, നാളത്തേക്ക് ഈ പ്രോഗ്രാം കഴിയും. അപ്പോൾ അതിന് മുമ്പേ കാണുന്ന ആൾക്കാർ ഇതുവരെ കാഴ്ച കണ്ടില്ല എന്നാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ.